ഈ മൗലവി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഖുർആൻ ഓതിയിട്ട് ഹദീസ് ഓതിയിട്ട് ഇജ്മാ ഉദ്ധരിച്ചിട്ട് ഖിയാസ് പറഞ്ഞിട്ട് എനിക്ക് പറയാനാവില്ല എന്ന് വന്നപ്പോ പെട്ടുപോയ ഈ മുസ്ലിയാര് അവസാനം കണ്ട ഒരടവെന്താ? നല്ല രസം കിട്ടും. മറുപടി പറയാനാകുന്നില്ല, തെളിവ് പറയാനാവില്ല എന്ന് കണ്ടപ്പോ മുസ്ലിയാരെടുത്തൊരു അടവെന്താണെന്നറിയോ? തെളിവ് ചോദിക്കാൻ തന്നെ പാടില്ല, അത് പഴച്ചവരെ പരിപാടിയാണ്. തെളിവ് ചോദിച്ചൂടാന്ന്. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നൊക്കെ ചോദിക്കല പേച്ച ആൾക്കാരുടെ പരിപാടിയാണ്. ഒരു 3-4 സ്ഥലത്ത് മൂപ്പര് ആ കാര്യം പറയുന്നുണ്ട്. എന്റെ ശ്രോതാക്കളൊന്ന് ശരിക്ക് ശ്രദ്ധിച്ചോ. തെളിവ് പറയാനാവൂല എന്ന് കണ്ടപ്പോ ഒന്ന് അടവ് മാറ്റി നോക്കിയാണ്. രക്ഷപ്പെടാൻ അനുവദിക്കൂല, തെളിവ് തന്നേ പറ്റൂ. അതുകൊണ്ട് തെളിവ് ചോദിക്കൽ എന്നെ പേച്ചോല പരിപാടിയാന്ന് പറയുന്ന ഭാഗം ഒന്ന് കേട്ടോളി. ബുഖാരിയിലുണ്ടോ, ഹദീസുണ്ടോ, ഖുർആനുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യം മുഅ്തസിലിയാക്കളെ ചോദ്യമാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിട്ടടിച്ച മുഅ്തസിലികളില്ലേ, ഇമാമിങ്ങളെ കൊന്നവരല്ലേ, അവരെ ചോദ്യമാണ്. പിന്നെ ഖദരിയത്തിന്റെ ചോദ്യമാണെന്ന് വസാൽ ഇമാം പറയുന്നു. ഖദരിയത്ത് ആരാ? റസൂൽ പറഞ്ഞാൽ ഖദരിയത്തു മജൂസു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ മജൂസികളാണ് ഖദരികൾ. അങ്ങനെ ഈ സമുദായത്തിലെ മജൂസികളാണ് ഖദരികൾ. അതുകൊണ്ട് തന്നെ അവർ മരിച്ചാൽ നിങ്ങൾ പോകണ്ട, അവരെ രോഗം കാണാൻ പോകണ്ട കേട്ടോ. ഈ ചോദ്യം ചോദിക്കണോരിഞ്ഞി മരിച്ചാ രോഗം കാണാൻ പോകണ്ട, മരിച്ചാൽ അവരെ മയ്യത്ത് കാണാൻ പോകണ്ട, രോഗിയായ സന്ദർശിക്കാൻ പോകണ്ട. ഇതൊക്കെ എന്തിനാ പറഞ്ഞത്? തെളിവ് ചോദിച്ചിന്. തെളിവ് തരല്ലാതെ ഇനി ഇവര് മരിച്ചാൽ കാണാൻ പോകണ്ടെന്ന് പറയലാണ് വേണ്ടത്. തെളിവ് പറ. ചോദിച്ചതിന് ഹദീസ് ഉദ്ധരിക്ക്, തെളിവ് പറയൂ. തെളിവ് പറയാൻ കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോ എടുത്താടവാണ്. പിഴച്ചുപോയ ഖദരികളുടെ വാദമാണ്, പിഴച്ചുപോയ മജൂസികളുടെ ആ രൂപത്തിലുള്ള സ്വഭാവമുള്ള ഖദരികളുടെ സ്വഭാവമാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ. ഇനിയും പറയുന്നത് കേട്ടോളൂ. അത് തന്നെ തെളിവ് നോക്കിയിട്ടേ സ്വീകരിക്കാവൂ. ഇമാമിന്റെ ഖൗല് സ്വീകരിച്ചുകൂടാ, തെളിവ് നോക്കിയിട്ടേ എടുക്കാവൂ എന്ന് പറഞ്ഞത് അത് ഖദരിയാക്കളാണ്. അപ്പൊ ഖദരിയത്തും മുഅ്തസിലത്തും ബാധിച്ച വാദമാണ് ഇവിടെ മൗലവി വന്ന് ഛർദിച്ചത്. കണ്ടോ, മൗലവി വന്ന് ഛർദിച്ചത് അതാണ്. എന്നാ കോരി തിന്ന്, എന്നാ പിന്നെ കോരി തിന്ന്. മുഅ്തസിലത്തും ഖദരിയത്തൊക്കെ ചോദിച്ച ചോദ്യം നിങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതിലേക്കാൻ വരുന്നുണ്ട്. അതിന്റെ മുമ്പ് ഇനിയും അതാ മൂപ്പര് അത് തന്നെ അവകാശപ്പെടുന്നത് കേട്ടോളൂ. ഇത് പഴച്ച ചോദ്യമാണ് കേട്ടോളൂ. മറുപടി ഇല്ല. ചോദിക്കുന്ന പരിപാടി അത് മുൻഗാമികളായ സഹാബത്തിന്റെ കാലത്തില്ല, താബിഈങ്ങളുടെ കാലത്തില്ല കേട്ടോ. അവർക്കൊന്നും ആ പരിപാടി ഇല്ല, ചോദിക്കൂല. പിന്നെ അടുത്ത വരട്ടെ. ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഹദീസ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ടതില്ല, ഇമാമിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ഖുർആനുണ്ടോ ഹദീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ആരുടെ പരിപാടിയാണ്? പിഴച്ചവരുടെ പരിപാടിയാണ്. എങ്ങനത്തെ പിഴച്ചവര്? രോഗിയായാൽ രോഗം കാണാൻ പോകാൻ പാടില്ലാത്ത വിധം പിഴച്ചവര്, മരിച്ചാൽ അവരെ കാണാൻ പോകാൻ പാടില്ലാത്ത വിധം പിഴച്ചവര്. എങ്കിലും മുസ്ലിയാരെ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളാണ് പെടുന്നത് കേട്ടോ. മുഅ്തസിലത്തിന്റെ രീതി, ഖദരിയാക്കൾ ചോദിച്ച ചോദ്യം, പിഴച്ചുപോയവര് ചോദിച്ച ചോദ്യം നിങ്ങൾ തന്നെ ചോദിക്കുന്നു. നിങ്ങളുടെ ഇരട്ടത്താപ്പല്ലേ ഈ കാണിക്കുന്നത്? ഒരിക്കൽ പറഞ്ഞത് മറ്റൊരിക്കൽ ഓർമ്മയിലില്ല. അതുകൊണ്ട് അപ്പ അങ്ങനെ പറഞ്ഞുവെങ്കിലും മൂപ്പർക്ക് ചില ആവശ്യങ്ങൾ വരുമ്പോ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഖുർആനിലുണ്ടോ മൗലവി? ഹദീസിലുണ്ടോ? മുഅ്തസിലത്തിന്റെ പഴച്ച ചോദ്യം, ഖദരിയാക്കളുടെ പഴച്ച ചോദ്യം, ആ പഴച്ച ചോദ്യം ഇതാ പേരോടിനെ കൊണ്ട് തന്നെ ചോദിപ്പിക്കുന്നു. ഖിദ്ർ നബി വഫാത്തായി ഖുർആനിലുണ്ടോ? ഖിദ്ർ നബി വഫാത്തായി ഹദീസിലുണ്ടോ? കേട്ടോ, എന്താ ചോദിച്ചത്? ഖിദ്ർ നബി വഫാത്തായി ഖുർആനിലുണ്ടോ? ഖിദ്ർ നബി വഫാത്തായി ഹദീസിലുണ്ടോ? മുഅ്തസിലത്തിന്റെ ചോദ്യം, ഖദരിയാക്കളുടെ ചോദ്യം, പിഴച്ചുപോയ കക്ഷികളുടെ ചോദ്യം, രോഗിയായാൽ കാണാൻ പോകരാൻ മാത്രം അതുപോലും പാടില്ലെന്ന് പറയപ്പെട്ടിട്ടുള്ള അത്രക്കും പിഴച്ചുപോയവന്റെ ചോദ്യം, മരിച്ചാൽ മയ്യത്ത് പോലും കാണരുതെന്ന് അത്രക്കും വഴിപിഴച്ചു പോയിട്ടുള്ള കക്ഷികളുടെ ചോദ്യം ആരാണ് ചോദിച്ചത്? പേരോടല്ലേ. ആർക്കാണതൊക്കെ ചേരുക എന്ന് മൂപ്പര് തന്നെ സമ്മതിക്കുന്നു. ഇനിയും കേട്ടോളൂ, അതേ ചോദ്യം തന്നെ ചോദിക്കുന്നു. ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? റിപ്പോർട്ട് എവിടെ? സനദ് എവിടെ? റിപ്പോർട്ട് എവിടെ? സനദ് എവിടെ? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? റിപ്പോർട്ട് എവിടെ? സനദ് എവിടെ? റിപ്പോർട്ട് എവിടെ? സനദ് എവിടെ?
കേട്ടോ. ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, റിപ്പോർട്ട് എവിടെ, സനദ് എവിടെ? മുഅ്തസിലത്തിന്റെ ചോദ്യം, ഖദരിയാക്കളുടെ ചോദ്യം. ഇനിയും പേരോടിനെ കൊണ്ട് തന്നെ ഈ പഴച്ച കക്ഷികളുടെ മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നു ഞാൻ. പേരോടതാ മുഅ്തസിലത്തിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു, ഖദരിയത്തിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു. വരട്ടെ മെമ്പർഷിപ്പിനുള്ള അടയാളം ഒന്നുകൂടി. ആയത്തുണ്ടോ ഖുതുബ മലയാളത്തിലാക്കുന്നതിന്? ഹദീസുണ്ടോ ഖുതുബ മലയാളത്തിലാക്കുന്നതിന്? ആയത്തുണ്ടോ ഖുത്ബ മലയാളത്തിലാക്കുന്നതിന്? ഹദീസുണ്ടോ ഖുത്ബ മലയാളത്തിലാക്കുന്നതിന്? ആരുടെ ചോദ്യമാ? പിഴച്ചവരുടെ ചോദ്യമാണ്. ഇനി പറയൂ, ആരാണ് പിഴച്ചത്? ആരെയാണ് രോഗം കാണാൻ പോകാൻ പറ്റാത്തത്? ആര് മരിച്ചാലാ കണ്ടുകൂടാത്തത്? പറയണേ. മറുപടി പറയാനും സാധിക്കാതെ നിങ്ങൾക്ക് വന്നില്ലേ? മാത്രമല്ല, നിങ്ങളുടെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ